അതായത് അവിടെ ആളുകൾ ഇവർ കടക്കുമായിരുന്നു മീൻസ് ഇടിമിന്നലേറ്റിട്ട്. അങ്ങനെയാണ് ആളുകൾ ശ്രദ്ധയപ്പെടുന്നത്. ഒരുപാട് നേരിട്ട് അങ്ങനെ കടക്കുന്ന കണ്ടപ്പോൾ ശ്രദ്ധിച്ചാണ്. എത്ര പേരാണ്? അവർ 7 പേരാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. 6 പേര് അപ്പം അവിടുന്ന് കൊണ്ടുവന്നു. ഒരാൾ താഴെ പോയിരുന്നു. അയാളെ പിന്നെയാണ് രണ്ടാമത് ഇപ്പം ഇവിടുന്ന് ആളുകൾക്ക് ബോധം വന്നപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 4 പേരുടെയും മരണം. ഇവർ ഈ സമീപ പ്രദേശത്തുള്ളവരാണോ? എല്ലാവരും ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം നമ്മളൊക്കെ നെട്ടിത്തെരിച്ച് നിന്ന് പോയി. വലിയൊരു ഇടിമിന്നൽ സംഭവിച്ചപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊക്കെ മനമുരുകിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പടച്ചോനെ ഇതാർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തല്ല എന്ന്. എന്നാൽ മങ്കടയിൽ കുരങ്ങൻചോല എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത്ര. അവിടെ 4 വിദ്യാർത്ഥികൾ ആ ഇടിമിന്നലിൻ്റെ ശേഷം ആ ഒരു സംഭവ സ്ഥലത്ത് നിലത്ത് വീണ് കിടക്കുന്നത് നാട്ടുകാർ കാണുകയാണ്. അടുത്ത് ചെന്നപ്പോൾ 2 കുട്ടികൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിൽ 2 കുട്ടികൾ പിന്നെയും മരിച്ചു. 4 കുട്ടികളാണിപ്പോൾ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നത്. അതിഭയാനകമായിട്ടുള്ള ഒരു ശബ്ദമാണ് നമ്മൾ നേരിട്ടത്. ഏതൊരു മനുഷ്യനും പേടിച്ചു പോകും. ഞാനൊക്കെ മൊബൈലിൻ്റെ ചാർജർ അടക്കം പ്ലഗിൽ നിന്ന് ഊരി മാറ്റി. മൊബൈൽ ഫോണ് ഫ്ലൈറ്റ് മോഡിലിട്ടു. കാരണം പേടിയാണ്, ഇതെങ്ങാനും മേത്ത് തട്ടുമോ എന്നുള്ളതിൻ്റെ ആ ഒരു പേടി. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തം വീട്ടിൽ നിന്ന് ചിരിച്ച് കളിച്ച് ഇറങ്ങിപ്പോയ 4 മക്കൾ, ആ മക്കളുടെ ആ ഒരു മയ്യത്ത് ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ഇന്ന് രാത്രി ആ ഒരു കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിർ ലഹും വർഹംഹും. അള്ളാഹു ആ കുട്ടികളുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും അള്ളാഹു ആക്കി കൊടുക്കട്ടെ. ഈ രംഗം കണ്ട വ്യക്തികൾക്ക് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കുക. ചോദിച്ചോടുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇടിമിന്നലേറ്റതാണ് സംഭവം. എപ്പോഴായിരുന്നു സംഭവം? ഒരു 5-നും 5:30 ഇടയ്ക്കാണ്. ആ സ്ഥലം ആളുകൾ ഇങ്ങനെ ഇരിക്കാൻ പോകുന്ന സ്ഥലം തന്നെയായിരുന്നു. അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ്. ആളുകളൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അവിടെ ഇതിങ്ങനെ ഈ ശബ്ദം കേട്ട് എങ്ങനെയാണ് അവിടെ ആളുകളുണ്ട് എന്ന് മനസ്സിലായി? അതായത് അവിടെ ആളുകൾ ഇവർ കടക്കുമായിരുന്നു മീൻസ് ഇടിമിന്നലേറ്റിട്ട്. അങ്ങനെയാണ് ആളുകൾ ശ്രദ്ധയപ്പെടുന്നത്. ഒരുപാട് നേരിട്ട് അങ്ങനെ കടക്കുന്ന കണ്ടപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചാണ്. എത്ര പേരാണ്? അവർ 7 പേരാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. 6 പേര് അപ്പം അവിടുന്ന് കൊണ്ടുവന്നു. ഒരാൾ താഴെ പോയിരുന്നു. അയാളെ പിന്നെയാണ് രണ്ടാമത് ഇപ്പം ഇവിടുന്ന് ആളുകൾക്ക് ബോധം വന്നപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 4 പേരുടെയും മരണം. ഇവർ ഈ സമീപ പ്രദേശത്തുള്ളവരാണോ? എല്ലാവരും ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണ്. ഇപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഈ അപകടമുണ്ട് എന്ന് അറിഞ്ഞത്? എനിക്ക് ഫാം ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു 3 വണ്ടിയിലായിട്ടാണ് അവരെ ഫസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരൊക്കെ അറിയുന്നവരാണ്? അതെ അതെ, അറിയുന്നവരാണ്. അതെ അതെ, കണ്ട് അറിയുന്നതാണ്. എല്ലാവരെയും കണ്ടിട്ടുള്ളതാണ്. ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, ഒരുപാട് സ്വപ്നങ്ങൾ അവർക്ക് ഇനിയും നെയ്ത് കൂട്ടാനുണ്ട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കേണ്ട ചെറുപ്പക്കാർ, ഒരു നിമിഷത്തെ അശ്രദ്ധ, അതും പെടുന്നനെ ഉണ്ടായതിൽ അവർ പെട്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തോ ഒരു വേദനാജനകമായിട്ടുള്ള മരണമാണ് അത് എന്ന്. അതും കണ്ടു നിൽക്കാൻ ഒരു മനുഷ്യനും കഴിയാത്ത അത്രമേൽ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം നുറുക്കുന്ന ഒരു മരണവാർത്ത. എനിക്ക് കാണാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വാർത്തകൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ എടുത്തു നോക്കിയതാണ്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലും ചില ആളുകൾ രാഷ്ട്രീയം പറയുന്നത് കാണാൻ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം ഇന്നിൻ്റെ കേരളം എത്ര കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. എന്താണ് കാരണം? മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റാതെയാണ് ഇപ്പോഴും ഒരു പാർട്ടി നിൽക്കുന്നത്. അത് വന്നുകൊണ്ട് ഈ കുട്ടികളുടെ മരണം അറിയിക്കുന്ന പോസ്റ്റിൻ്റെ ഇൻബോക്സിൽ വന്നുകൊണ്ട് അവിടെ ചർച്ച ചെയ്യുന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ചിന്തിച്ചു പോയി, ഇങ്ങനെയുമുണ്ടല്ലോ ചില ആളുകൾ എന്ന്. എവിടെ എന്താണ് പറയേണ്ടതെന്ന് പോലും പലർക്കും അറിയൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ചില ആളുകൾ ആ മക്കളെ കുറ്റം പറയാനായിട്ട്, ചില ആളുകൾ ആ മക്കൾ എന്ത് തെറ്റാ ചെയ്തത്? അവർ സാധാരണ എല്ലാവരും പോകുന്നത് പോലെ നല്ല വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോയ മക്കളാണ്.
പെടുന്നനെ ഒരു സംഗതി ഉണ്ടായി, എന്താ നമ്മൾ കാട്ടുക? അവരവിടെ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ഇടിമിന്നൽ അവിടേക്ക് കടന്നു വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ചില ആളുകൾ പറയുന്നത് കുട്ടികൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, കുട്ടികൾ ആ ഒരു കാര്യത്തിനെ വേണ്ട രൂപത്തിൽ ഗവനിക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ യുക്തി എത്രത്തോളം യുക്തിഭദ്രമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കുടുംബക്കാർ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്, ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ലോകത്തൊന്നായിട്ട് സ്പ്രെഡാവുകയാണ്. അവിടെ സ്പ്രെഡായി കഴിഞ്ഞാൽ ഇത് പലരും കാണുന്നുണ്ട്. ആ സമയത്ത് ദുഃഖത്തിൻ്റെ അങ്ങേയറ്റത്തിലിരിക്കുന്ന ആ മാതാപിതാക്കൾ ഇത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ അവരുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് എഴുതുകയോ പറയുകയോ ചെയ്യരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വേദന ആ ഒരു കുടുംബം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. ആ ഒരു വാർത്ത അറിയുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. 18-ൻ്റെയും 20-ൻ്റെയും ഇടയിലുള്ള ചെറിയ മക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. കാരണം എന്തെന്നറിയോ? ഇത് പെടുന്നനുണ്ടായതാണ്. ഇടിമിന്നലുള്ള സമയത്ത് തുറസ്സായ, അതായത് ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ, പറമ്പുകളിലൊന്നും പോയിട്ട് നമ്മൾ നിൽക്കരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഇനി മഴക്കാലമാണ് വരുന്നത്, ഏറ്റവും കൂടുതൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ തരണം ചെയ്യാൻ സാധ്യതയുണ്ട്. മരണം ഏതൊരു മനുഷ്യനും കടന്നു വരും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം രുചിച്ചു നോക്കുമെന്ന് അള്ളാഹിൻ്റെ ഖുർആന പറഞ്ഞത്. എല്ലാവരും മരിക്കും. എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതുപോലെയുള്ള വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് നമ്മൾ അതിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ നമുക്ക് നീക്കാൻ കഴിയും നമുക്ക്. അതുകൊണ്ട് മഴക്കാലമാണ് വരുന്നത്. ഇതിനേക്കാൾ ഭയാനകമായ ഇടിമിന്നലുകൾ നമ്മുടെ ഒക്കെ നാടുകളിൽ ഇനിയും വരും. അതുകൊണ്ട് ഇടിമിന്നലേൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മഴക്കാലം കടന്നു വരാനിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിച്ചിടത്തോളം ഒരുപാട് മരണവാർത്തകൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. നാളെ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്ക് അതുപോലെയുള്ള മരണവാർത്തകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ സജ്ജരാകേണ്ടതുണ്ട്. ഇനി മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലൊക്കെ മഴ നന്നായിട്ട് പൊഴിയും. ആ ഒരു സമയത്ത് പാടവും പറമ്പും കുളവുമൊക്കെ സമാസമമായിട്ട് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയങ്ങളിൽ നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് കേൾക്കാൻ കഴിയുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ മരണ വാർത്തകളാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന അങ്ങേയറ്റമാണ്. അത് നമ്മുടെ വീടുകളിൽ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അലേർട്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് സാന്ദർഭികമായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്. ഒരുപാട് ചെറിയ പൈതങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ചെറിയ പിഞ്ച് മക്കളാണ് എന്നുണ്ടെങ്കിൽ എത്ര വേദന ഉണ്ടാകും. ആ മരണപ്പെട്ട മാതാപിതാക്കളൊന്നും അവരുടെ മക്കളെ മരണത്തിന് വിട്ടുകൊടുത്തതല്ല. അവരറിഞ്ഞോ അറിയാതെയോ അവരിൽ നിന്നുണ്ടായ ചെറിയൊരു അശ്രദ്ധ മൂലം അവർക്ക് അവരുടെ പൊന്നു മക്കളെ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയം ഉണർത്തുന്നത്. ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് മാത്രമാണ് അതിൻ്റെ വേദന ആവുകയുള്ളൂ.